വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ സിസിയെ ക്ഷണിക്കും. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ ഒരു വർഷക്കാലം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. നന്ദിയും സ്തോത്രവും സ്തുതിയും എല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ പാടി സ്തുതിപ്പാനും സങ്കീർത്തനങ്ങളിലൂടെ അങ്ങേക്ക് മഹത്വം കരേറ്റുവാനും കർത്താവെ അങ്ങയെ ആരാധിപ്പാനും ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഗാനങ്ങളിലൂടെ കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ അങ്ങയെ സ്തുതിപ്പാനായിട്ട് കൃപ തന്നതിനായി സ്തോത്രം. അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിന് ചുറ്റും ഇരിക്കട്ടെ കർത്താവെ. അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ എഴുതപ്പെട്ട ഈ വചനം അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷക്കാലം ഒരുപാട് വചനം കേട്ടു കർത്താവെ. എന്നാൽ കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിക്കണം. പ്രകാരം ഈ മീറ്റിംഗ് ക്രമീകരിച്ച പ്രിയ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാത്യു സാറിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വലിയ ദർശനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ, ഈ മീറ്റിംഗിലൂടെ കർത്താവെ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും കുടുംബമായിട്ട് സമർപ്പിക്കുന്നു. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകലവും യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം തന്ന ഈ വിലയേറിയ സാവകാശത്തിനായിട്ട് ദൈവത്തിനെ ആയിരം സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാത്യു സാർ, ഈ നാളുകളിലൊക്കെ ദൈവം തന്ന ദർശനത്തിലൂടെ ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ഒരുക്കുന്ന എല്ലാ വേദികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നുള്ള നാളുകളിലും ഇപ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം പ്രിയ സോജൻ ബ്രദറിനെയും കാണുവാനും മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കുവാനും ഒക്കെ ഇടയാക്കി ദൈവത്തിനെ ആയിരം സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. നാം വായിച്ചിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് കുറിവാക്യമായിട്ട് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യോശുവ ഇസ്രായേൽ മക്കളുടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം ഒത്തിരി വലിയ വലിയ കാര്യങ്ങളാണ് യോശുവയ്ക്ക് ചെയ്യേണ്ടി വന്നത്. യോശുവയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കനാൻ ദേശം വിഭാഗിച്ചു നൽകുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ കനാനിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ദുർഘടമായിട്ടുള്ള കാര്യങ്ങളെ അത് വളരെ സുഗമമായി കർത്താവിലൂടെ പരിഹരിക്കുവാനായിട്ടുള്ള വലിയൊരു നിയോഗവും യോശുവയ്ക്കുണ്ടായിരുന്നു. നാം ഈ ഭാഗം പഠിക്കുന്നതായ സമയത്ത് യോർദാന്റെ മുന്നിൽ വെച്ച് കർത്താവ് യോശുവയോട് പറഞ്ഞ കാര്യങ്ങളാണ് വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിയമപ്പെട്ടകം പിടിച്ചിരിക്കുന്ന പുരോഹിതന്മാർ എങ്ങനെ മുന്നോട്ട് പോകുന്നുവോ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അതിന്റെ പിന്നാലെ ചെല്ലണം. അതിന് ഇത്രമാത്രം അകലം ഉണ്ടായിരിക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ നിയമപ്പെട്ടകത്തിന്റെ പുറകെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ ഇതിനു മുൻപ് പോയിട്ടില്ലല്ലോ. ഒരു 2025 അവസാന ദിവസത്തിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയാണ്, 2026 എങ്ങനെയായിരിക്കും? കർത്താവേ, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണോ? എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ വാക്യം വളരെ അർത്ഥവത്താണ്. കാരണം നിയമപ്പെട്ടകത്തിന് പുറകെ ഇസ്രായേൽ മക്കൾ പോകുമ്പോൾ അവർക്ക് വേണ്ടി പോകേണ്ടുന്ന വഴി കാണിക്കുന്നവനായ കർത്താവിനെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യോശുവ
തന്റെ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനായിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യോശുവായ്ക്ക് 8 കാര്യങ്ങളിലൂടെ ഉറപ്പ് കൊടുത്തിരുന്നു. യോശുവ പറഞ്ഞു, മോശയുടെ ശുശ്രൂഷക്കാരനായിട്ട് അല്ലെങ്കിൽ കൂടാരം കാക്കുന്നവനായിട്ട് മാത്രമാണ് ഞാൻ ശുശ്രൂഷ ചെയ്തത്. ഇനി ഒരു ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? കർത്താവ് പറഞ്ഞു, 1-ാം അധ്യായത്തിന്റെ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് 8 കാര്യങ്ങൾ യോശുവയോട് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മൂന്നാമത് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നാലാമത് പറയുകയാണ്, സത്യം ചെയ്ത ദേശം നീ അവർക്ക് അവകാശമായി വിഭാഗിക്കും. അഞ്ചാമത് പറഞ്ഞു, നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കാനായിട്ട് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. ആറാമത് പറയുകയാണ്, ഈ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഏഴാമത് പറയുന്നു, രാവും പകലും നീ ഇതിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം, ദൈവവചനത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അവസാനം 8-ാമതായിട്ട് യോശുവയോട് പറയുകയാണ്, 9-ാം വാക്യത്തിന്റെ അവസാനം, നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ 8 കാര്യങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടാണ് യോശുവ ലീഡർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ മുന്നോട്ട് ഒരുവിധം നല്ല രീതിയിൽ ജനത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇതാ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് യോശുവ ആയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ യോർദാൻ എന്ന് പറയുന്നത് കലങ്ങി കുത്തി ഒഴുകുന്നതായിട്ടുള്ള ജലം. ഒരു മനുഷ്യനും അതിലൂടെ അപ്പുറത്തോട്ട് കടക്കാൻ സാധിക്കത്തില്ല, ഈ വെള്ളത്തിൽ ഇറങ്ങുവാൻ സാധിക്കത്തില്ല. അങ്ങനെ വലിയ ആരവത്തോടുകൂടെ ഇരച്ചിലോടുകൂടെ ഒഴുകുന്നതായിട്ടുള്ള ആ വലിയ ഒഴുക്കിന്റെ മുന്നിലാണ് ഇസ്രായേൽ മക്കളും യോശുവയും വന്നിരിക്കുന്നത്. അന്നേരം പറയുകയാണ്, ഇതാ പെട്ടകം എടുത്തിരിക്കുന്നതായ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് പോകുവാനായിട്ടുള്ള വഴി തെളിഞ്ഞു കിട്ടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ 2025 അവസാന സമയങ്ങളിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, കർത്താവ് നമുക്ക് മുൻപായിട്ട് കടന്നു പോകുന്നു. ആ കർത്താവ് പോകുന്നതായ വഴിയിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി പുതിയ പാതകളെ ഒരുക്കുന്നവനാണ്, ഉണങ്ങിയ നിലത്തെ ഒരുക്കുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ഉറപ്പ് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവരോട് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുകയാണ്, പെട്ടകത്തിന് പുറകെ നിങ്ങൾ പോകണം. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ പോകുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം പെട്ടകം നിങ്ങൾ നോക്കിക്കൊണ്ട് അത് എങ്ങോട്ട് പോകുന്നോ അതുപോലെ നിങ്ങൾ പോകേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നാം നിയമപ്പെട്ടകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പെട്ടകത്തിന് മുകളിൽ കൃപാസനമുണ്ട്. അതായത് ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്നതായിട്ടുള്ള കൃപാസനം ഈ പെട്ടകത്തിന് മീതെ ഉണ്ട്. ഈ കൃപാസനത്തിൽ അവർക്ക് വേണ്ടുന്നതായ, ജനത്തിന് വേണ്ടുന്നതായിട്ടുള്ള വഴിയും ആലോചനയും പറഞ്ഞു കൊടുക്കുന്ന ദൈവ സാന്നിധ്യമുള്ളതായിട്ട് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് പറയുവാനുള്ളത് പറയണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. 32-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ് അപ്രകാരം ദൈവം മോശയോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ യോശുവയോട് പറയുകയാണ്, ഈ പെട്ടകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, കൃപാസനമുണ്ട്, അതുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് വഴിയായി നമുക്ക് മുൻപേ പോകുന്നവനായ കർത്താവാണ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. ഈ പെട്ടകത്തെ കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ഫെലിസ്ത്യർ ഈ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവർക്ക് മൂലരോഗം പിടിപെട്ടു. 1 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂലരോഗം പിടിപെട്ട് അവർ വല്ലാത്ത പ്രതിസന്ധിയിലായപ്പോൾ പ്രഭുക്കന്മാരും അതുപോലെ പ്രശ്നം നോക്കുന്നവരൊക്കെ വന്നിട്ട് പറഞ്ഞു,
ഇവിടെ വന്നിരിക്കുന്ന ഈ പെട്ടകം നിമിത്തമാണ് നമുക്ക് ഈ രോഗം വന്നിരിക്കുന്നത്. ഈ പെട്ടകം ഇത് ആരുടേതാണെങ്കിൽ അവിടേക്ക് തിരിച്ച് കൊടുത്തു വിടണമെന്ന് അവരോട് ഉപദേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്നേരം പറഞ്ഞു, വെറുതെ കൊടുത്തു വിടരുത്, അതിനൊരു പ്രായശ്ചിത്തമുണ്ട്. അവിടെ അവരെ ഉണ്ടാക്കുവാനായിട്ട്, പൊന്നുകൊണ്ട് എലികളെ ഉണ്ടാക്കുവാനായിട്ടൊക്കെയും അവിടെ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതെങ്ങനെയാ കൊണ്ടുപോകുന്നത്? തൊടുന്നവരൊക്കെ മരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പുതിയ വണ്ടി ഉണ്ടാക്കണം. അങ്ങനെ പുതിയ വണ്ടി ഉണ്ടാക്കിയതിന് ശേഷം കറവുള്ള 2 പശുക്കളെ എന്ത് ചെയ്യണം? ആ വണ്ടിയിൽ കെട്ടണം. കെട്ടിട്ട് ഈ വണ്ടിക്കകത്ത് ദൈവത്തിന്റെ പെട്ടകം വെച്ച് ഇതിനെ തനിയെ പോകുവാനായിട്ട് അനുവദിക്കണം. അത് ശരിയായ വഴിയിലൂടെ പോയി ഇത് എത്തേണ്ടുന്ന ഇസ്രായേലരുടെ കയ്യിൽ തന്നെ ഈ പെട്ടകം എത്തുകയാണെങ്കിൽ യഹോവയാണ് ഈ വ്യാധി വരുത്തിയിരിക്കുന്നത്, മൂലരോഗം വരുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പ്രശ്നക്കാരും പുരോഹിതന്മാരും പറഞ്ഞപ്പോൾ അവർ അതുപോലെ ചെയ്തു. അങ്ങനെ ഈ പെട്ടകം കയറ്റി 2 കറവുള്ള പശുക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇട്ടേച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ഈ പെട്ടവുമായിട്ട് അത് പോകേണ്ടുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ ബേത്ശേമിലേക്കുള്ള വഴിയെ തന്നെ പോയെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ പെരുവഴിയിലൂടെ പോയി ആ പെട്ടകം അത് എത്തേണ്ടുന്ന സ്ഥാനത്ത് ആ വയലിൽ തന്നെ ഇസ്രായേൽ മക്കൾ കൊയ്യുന്നതായ സ്ഥലത്തേക്ക് എത്തി അവർ സന്തോഷത്തോടെ ഈ പെട്ടകം സ്വീകരിച്ചു എന്നൊക്കെയും ദൈവവചനത്തിലൂടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ വഴിയും അറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ദൈവത്തിന്റെ പെട്ടകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ പെട്ടകത്തിൽ ഉള്ളതായ 5 കാര്യങ്ങളെ കുറിച്ച് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ 5 കാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അരമണിക്കൂർ സമയമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പെട്ടകത്തിനകത്ത് ഉള്ളതായ ഒന്നാമത്തെ കാര്യം കൃപാസനം. കൃപാസനമാണ് പെട്ടകത്തിലുള്ള ഒന്നാമത്തെ കാര്യം. ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അർഹിക്കാത്ത ദാനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വേണം. കൃപയില്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടേതായ കഴിവ് വെച്ചോ പ്രാപ്തി വെച്ചോ നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ഏത് വലിയ കാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മറിയയുടെ ജീവിതത്തിൽ ഇതാ വലിയൊരു കാര്യം കർത്താവ് ഏൽപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആദ്യം ദൈവം കൊടുത്തത് കൃപയായിരുന്നു. അർഹിക്കാത്ത ദാനമാണ് മറിയയ്ക്ക് കൊടുത്തത്. എന്നിട്ട് അവളിലൂടെ ദൈവം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വലിയൊരു പദ്ധതി, വലിയൊരു അത്ഭുതം അവളെ അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് എന്താണ്? അതുകൊണ്ട് തത്സമയത്ത് കൃപ പ്രാപിപ്പാനും ദൈവത്തിന്റെ ആ വലിയ ശക്തി പ്രാപിപ്പാനും ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. ഇന്ന് രാത്രികാലം കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം. കർത്താവേ ദൈവമേ ഞാൻ അടുത്തു വരികയെ. കർത്താവേ എന്നെ സഹായിക്കണം. പുതിയൊരു വർഷം അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കൃപ തന്നെ എന്നെ നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ദിനവും മനമേ കൃപ പ്രാപിപ്പാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. പാട്ടുകാരൻ പറഞ്ഞിരിക്കുകയാണ്, തത്സമയത്ത് കൃപ പ്രാപിപ്പാനായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. തന്നോട് അടുത്തു വരുന്നവർക്ക് കർത്താവ് കൃപ നൽകുന്നവനാണ്. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. മോശയോട് അപ്രകാരമാണ് കർത്താവ് പറഞ്ഞത്. എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കുമെന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് കർത്താവ് നമുക്ക് തരുന്നത് ദൈവത്തിന്റെ കൃപയാണ്.
രണ്ടാമത് ഈ നിയമപ്പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നത് നിയമത്തിന്റെ കൽപ്പലക. മോശയ്ക്ക് 2 പ്രാവശ്യം ദൈവം കൽപ്പലക കൊടുത്തതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദ്യത്തെ പലക കർത്താവ് തന്നെ കൊണ്ടുവന്ന് അതിൽ എഴുതി കൊടുക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പലക മോശയോട് പറഞ്ഞു, നീ പലക വെട്ടിക്കൊണ്ട് സീനായിലേക്ക് കയറി വരണം. അങ്ങനെ കയറി വന്ന് എഴുതിയതായ രണ്ടാമത്തെ പലകയാണ് ഈ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമതുണ്ടായിരിക്കുന്നത് നിയമം ഉണ്ടായിരിക്കണം, ചില കൽപ്പനകൾ ഉണ്ടായിരിക്കണം. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനായിട്ട് ക്രിസ്തീയ മാർഗം ഒരിക്കലും നാം സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു നിയമം ഉണ്ടായിരിക്കണം. ദൈവവചനം എന്തു പറയുന്നു അത് അനുസരിക്കണം, അത് പെട്ടകത്തിനകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പോകേണ്ടുന്ന വഴി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യത്തിൽ പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നാം പലപ്പോഴും പറയും, പുതിയ നിയമത്തിൽ ഒറ്റ കൽപ്പനയേ ഉള്ളൂ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ ഒറ്റ കൽപ്പനയേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ദൈവവചനത്തിൽ മുഴുവനും, പുതിയ നിയമത്തിൽ മുഴുവനും കൽപ്പനയാ. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ മുഴുവനും കൽപ്പനയാ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 1 കിലോമീറ്റർ നിന്നോട് നടക്കാൻ പറഞ്ഞാൽ നീ 2 കിലോമീറ്റർ നടക്കണം. നിന്റെ വലത്തെ ചെകിട് തടിക്കുന്നവനെ ഇടത്തെ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കണം. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം. ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ഒരു ടെംപ്റ്റേഷൻ ആയിട്ട് കൊണ്ടുവരും. ഇന്ന് ഞാൻ ഈ ദൈവവചനം പറയുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ വരുത്തിയതായ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എന്താ വേണ്ടത്? ഉടനെ ദൈവവചനം എന്നോട് സംസാരിച്ചു. കാരണം ഇതാ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവം കൊണ്ടുവരുന്ന ഈ വഴി എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു, ശരി, ഞാനൊരു സമയം പറയാം, നമുക്ക് കാണാം. അപ്പോൾ ദൈവവചനം എന്തു പറയുന്നു അത് നാം അനുസരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ എന്താ പറയുന്നത്? അത് നിന്റെ കണ്ണിന് പട്ടമായിരിക്കണം, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ നീ എഴുതണം, നെറ്റിയിൽ അത് എഴുതണം, അത് പ്രമാണിക്കണം. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പൊ രണ്ടാമതായിട്ട് ഈ പെട്ടകത്തിനകത്തുള്ളത് നിയമത്തിന്റെ കൽപ്പലക. ദൈവം നമുക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു തരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രമാണം ഉണ്ടായിരിക്കണം. എന്തും ഏതും ചെയ്ത് എങ്ങോട്ടെങ്കിലും നോക്കി എന്തു പറയുന്നതും കേട്ട് എന്തും പറഞ്ഞും അങ്ങനെയുള്ള ഒരു ജീവിതം ഒരിക്കലും ഒരു ദൈവ പൈതൽ നയിക്കാൻ പാടില്ല. എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അഗ്രചർമ്മം നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമതായിട്ട് ഈ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. ഈ മന്ന എന്താണ്? ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഉടനീളം അവർക്ക് ഭക്ഷണമായിട്ട് കൊടുത്ത മന്ന. ഈ മന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, പിറ്റേ ദിവസത്തേക്ക് അത് സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? പുഴുവരിച്ചു പോകും. എന്നാൽ സൺഡേ, ഞായറാഴ്ച ദിവസം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ശബത്ത് ദിവസം, അവർക്ക് ശബത്താണല്ലോ, അത് സാറ്റർഡേ ആണ്. ആ ശബത്ത് ദിവസം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആ ശബത്ത് ദിവസത്തേക്ക് വേണ്ടുന്നത് തലേ ദിവസം സൂക്ഷിച്ചു വെച്ചാലും അതിനൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അന്ന് ശേഖരിച്ച മന്ന ഒരു പൊൻപാത്രത്തിലിട്ട് എവിടെ വെച്ചിരിക്കുകയാണ്? ഈ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുക. നൂറ്റാണ്ടുകളായി ഇതിനൊന്നും കേടുവന്നിട്ടില്ല. അത് ദൈവത്തിന്റെ ആ വലിയ ശക്തിയെ കാണിച്ചുകൊണ്ട് ഈ പെട്ടകത്തിനകത്ത് ഉണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ മന്നയാണ്. ദൈവത്തിന്റെ മന്ന എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനമാണ് ഒരു ദൈവ പൈതലിനെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വന്ന്, കർത്താവേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് എനിക്ക് ദൈവവചനം തരണമേ. ഇപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ വചനത്താൽ നിറയ്ക്കുന്നവനാണ് ദൈവത്തിന്റെ ആ വചനം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് മന്ന തരണം കർത്താവേ. ഞാൻ അതിരാവിലെ 5 മണിക്ക് ഒരു വാക്തത്വം എടുക്കും. ആ വാക്തത്വം ഞാൻ വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ പോർഷൻ ഇങ്ങനെ മുന്നോട്ട് വായിച്ച് തന്നെയാണ് ഞാൻ ആ വാക്തത്വം എടുക്കുക. ഞാനത് പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആ ദിവസത്തിലെ കാര്യങ്ങൾ ആ വാക്തത്വത്തിൽ ഉണ്ടായിരിക്കും. അത് കറക്റ്റ് ആയിരിക്കും, അത് അതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്.
ഇപ്രകാരം നമുക്ക് ദൈവത്തിന്റെ വചനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ജീവനുള്ള മന്ന, ജീവിപ്പിക്കുന്ന മന്ന, ജീവൻ തരുന്ന മന്ന, ഓരോ ദിവസവും ആ ദൈവ വചനത്താൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് മൂന്നാമതായിട്ട് പെട്ടകത്തിനകത്തുള്ള കാര്യം, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. നാലാമതായിട്ട് പെട്ടകത്തിനകത്തുള്ളത് അഹരോന്റെ തളിർത്ത വടി. അഹരോന്റെ തളിർത്ത വടി എന്തിനെ കാണിക്കുന്നെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായ മത്സരത്തെയാണ് കാണിക്കുന്നത്. ദൈവവചനം പറയുന്നു, മത്സരികൾ വരണ്ട നിലത്ത് പാർക്കും. ഒരിക്കലും മത്സരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വളരെയധികം പ്രബോധിപ്പിക്കുന്നുണ്ട്. നാം ദൈവവചനം പഠിക്കുമ്പോൾ കോരഹ് എന്ത് ചെയ്തു? മത്സരിച്ചു. കോരഹിന് ദൈവം വലിയൊരു ജോലി കൊടുത്തിരുന്നു, സംഗീത പ്രമാണിയായിരുന്നു. ഇതാ ദൈവസന്നിധിയിൽ 24 മണിക്കൂർ നിന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം ഇതാ കോരഹിന് കൊടുത്തിരുന്നു. എന്നാൽ അവിടെ നിന്നാൽ പോരാ, ഇതിനേക്കാൾ അപ്പുറം ചിലത് എനിക്ക് വേണം. പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്ന ഒരു ചിന്തയത്. കാരണം ദൈവം ഒരുപാട് കൃപ തന്നിട്ടുണ്ട്. പാടുവാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ പാടണം, പ്രസംഗിപ്പാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ പ്രസംഗിക്കണം, പ്രാർത്ഥിക്കാനാണ് കർത്താവ് വരം തന്നിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കണം. എന്നാൽ അത് പോരാ എന്നുള്ളൊരു ചിന്ത വന്ന് പലപ്പോഴും ശത്രു നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? തെറ്റിക്കുവാനായിട്ടിടയായി തീരും. ഇത് തന്നെയാണ് കോരഹിന് സംഭവിച്ചത്. പാടിയ മാത്രം പോരാ, ഈ മോശയൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ലീഡർഷിപ്പ് എനിക്കും വേണം. അതുപോലെ അഹരോൻ ഇങ്ങനെ മേലെ നിന്നുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ പുരോഹിത ശുശ്രൂഷ, ഇതുപോലെ തന്നെ യാഗം കഴിക്കുന്നത്, അവിടെ നിന്ന് ലഭിക്കുന്ന ആ വലിയതായിട്ടുള്ള ആ കൈക്കുറുക്, ഇതുപോലെ ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ എനിക്കും വേണമെന്ന് ആര് ചിന്തിച്ചു? കോരഹ് ചിന്തിച്ചു. അങ്ങനെ 250 പേരെ കൂട്ടി അവൻ എന്ത് ചെയ്തു? ഈ പ്ലാനും പദ്ധതികളൊക്കെ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ മത്സരിച്ചതായിട്ടുള്ള ആ കോരഹിന്റെ ആ ദൈവം കൊടുത്ത ശുശ്രൂഷയുടെ നിന്ന് അവനെ മാറ്റുക മാത്രമല്ല, അന്ന് അവർ മത്സരിച്ച നിമിത്തം എല്ലാവരോടും പറഞ്ഞു, ഒരു വടിയെടുത്ത് ഇതാ നിങ്ങൾ കൊണ്ടുവരുവിൻ, ആരുടെ വടി പൂത്ത് ബദാം ഫലം കായ്ക്കുന്നു അവരെയാണ് ദൈവം തെരഞ്ഞെടുത്തതെന്ന് കർത്താവ് അതിലൂടെ കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അഹരോന്റെ വടി തളിർത്തു. ആ തളിർത്ത വടി ഇതുവരെയും വാടിപ്പോകാതെ, ആ ഇല പൊഴിഞ്ഞു പോകാതെ ഇന്നും അത് ആ പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. അന്ന് ദൈവവചനം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 17-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. 250 പേരെ ഭൂമി വാപ്പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ പറയുകയാണ്, അവിടെ ഉണ്ടായ വലിയൊരു ബാധയില് 14,700 പേര് എന്ത് ചെയ്തു? ഇതിന് വേണ്ടിയിട്ടൊക്കെ പലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച്, ഇന്ന് പലപ്പോഴും ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നെയും പോകുന്നതായ അവസ്ഥ. അങ്ങനെയുള്ള 14,700 പേര് എന്ത് ചെയ്തെന്നറിയാമോ? നശിച്ചു പോയി, ബാധയാൽ നശിച്ചു പോയെന്ന് ദൈവവചനത്തിലൂടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഒരിക്കലും മത്സരിക്കരുത്. ഇന്ന് ലോകത്തിൽ മത്സരങ്ങൾ അങ്ങ് ഏറി വന്നിരിക്കുക. എല്ലാ ഏജ് ഗ്രൂപ്പിനും മത്സര, അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകൾക്കും മത്സരമാണ്. അതുപോലെ ദേവാലയങ്ങളിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും മത്സരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ദൈവമക്കൾ മത്സരിക്കരുത്, മത്സരിക്കരുത്. മത്സരികൾ വരണ്ട നിലത്ത് പാർക്കുമെന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പൊ നാലാമതായിട്ട് അഹരോന്റെ തളിർത്ത വടി ആ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അഞ്ചാമതായിട്ട് ഈ പെട്ടകത്തിനെ മറയ്ക്കുവാനായിട്ട് തേജസിന്റെ കെരൂബുകളെ എന്ത് ചെയ്തിരിക്കുക? അവിടെ ആക്കി വെച്ചിരിക്കുക. നമുക്കറിയാം, ഏദനിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും പുറത്താക്കിയ സമയത്ത് തേജസിന്റെ കെരൂബുകളാണ് അവിടെ കാക്കുവാനായിട്ട് ആക്കി വെച്ചത്. അപ്പോൾ വളരെ സുരക്ഷിതമായി ദൈവഹിതം നിറവേറ്റുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ് തേജസിന്റെ കെരൂബുകൾ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും പെട്ടകത്തെ മറയ്ക്കുവാനായിട്ട് അത് മൂടുന്ന ദൈവത്തിന്റെ തേജസ്, ആ തേജസിന്റെ കെരൂബുകളെയാണ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ആ വലിയ കോപം ജ്വലിക്കാതിരിപ്പാൻ, ദൈവത്തിന്റെ ആ വലിയ കോപം മനുഷ്യന്റെ മേൽ വരാതിരിപ്പാനായിട്ട് ദൈവം തേജസിന്റെ കെരൂബുകളെ വെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. മോശ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, നിന്നെ എനിക്കൊന്ന് കാണണം, നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ അവിടെ ഒരു പാറയുണ്ട്, ആ പാറയ്ക്കൊരു വിള്ളലുണ്ട്, ആ വിള്ളലിൽ ഞാൻ നിന്നെ നിർത്തും, എന്നിട്ട് ഞാൻ അതിലൂടെ കടന്നു പോകുമ്പോൾ ആ പാറയുടെ വിള്ളലിന്റെ മുകളിലായിട്ട് എൻ്റെ കൈ ഞാൻ വെക്കും.
ഞാൻ നിന്നെ മറയ്ക്കും, മറച്ചിട്ട് മാത്രമേ ഞാൻ കടന്നു പോകുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഭൂമിയിൽ ശേഷിക്കുന്നത്, നാം നശിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നാം നശിക്കാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പിൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഈ തേജസ്സിന്റെ കെരൂബുകൾ നമുക്ക് വേണ്ടി ജാഗരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാം ഭൂമിയിൽ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ആയിരിക്കുന്നത്. ഈ ഒരു വർഷക്കാലം എത്ര പ്രാവശ്യം നാം കർത്താവിനെ കോപിപ്പിച്ചു, എത്ര പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു, പിറുപിറുത്തു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്നാൽ ഇന്നും കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുക. ഒരു ആണ്ടും കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ അടുത്ത വർഷം ആകട്ടെ എന്ന് പറഞ്ഞ് വളവും വേണ്ടുന്നതായിട്ടുള്ള വെള്ളവും എല്ലാം തന്ന് കർത്താവ് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ദൈവത്തിന് നമുക്ക് നന്ദി പറയുവാനായിട്ട് സാധിക്കണം. കർത്താവേ, നന്ദി കർത്താവേ, ഈ പെട്ടകം എന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം വഴി തെറ്റാതെ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും, എത്തേണ്ടുന്ന സ്ഥാനത്ത് ഞാൻ നിന്നെ എത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ കൃപ അധികമായിട്ട് പ്രാപിക്കണം. കർത്താവേ, കൃപ തരണം. കർത്താവേ, ദൈവത്തിന്റെ കൃപ എനിക്ക് പകർന്നു തരണം. കൃപയ്ക്ക് മേൽ കൃപ തന്ന് എന്നെ കർത്താവെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അത് മാത്രം പോലെ കർത്താവെ, ജീവിതത്തിൽ എനിക്ക് നിയമം ഉണ്ടാകണം കർത്താവെ. ഒരു നിയമവുമില്ലാതെ, വചനമില്ലാതെ, വചനം അനുസരിക്കാതെ ഞാൻ മുന്നോട്ട് പോകുവാൻ ഇടയാകരുത് കർത്താവെ. വചനം അനുസരിപ്പാൻ, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിപ്പാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അത് മാത്രമല്ല, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം പോലെ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം പ്രാപിച്ച് ആ വചനം ഏറ്റെടുത്ത് വചനത്തിൽ ജീവിപ്പാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അഹരോന്റെ തളിർത്ത വഴി കർത്താവെ, ഞാനത് ഓർക്കുക കർത്താവെ, ഒരിക്കലും മത്സരിപ്പാൻ, ദൈവത്തോടോ മനുഷ്യരോടോ മത്സരിപ്പാൻ ഇടയാകാതെ കർത്താവെ, സൗമ്യതയും താഴ്മയുമുള്ള ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഇത്രയും നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ തേജസ്സിന്റെ കെരൂബുകൾ നമുക്ക് സംരക്ഷണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം നമുക്കുണ്ട്. കർത്താവ് നമ്മെ വഴി നടത്തുവാനായിട്ട് ശക്തനാണ്. നമ്മുടെ ജീവിതയാത്രയിലെ നിൻ വഴികൾ നീ ഭരമേൽപ്പിക്കൂ, പോകേണ്ടും പാത കാണിക്കും സർവ്വതാ എന്നുള്ള പാട്ട് നാം പാടാറുണ്ടല്ലോ. ആ പാട്ടിന്റെ ഈരടികൾ പാടിക്കൊണ്ട്, സൗണ്ട് ഓൺ ചെയ്യാതെ തന്നെ പാടാം. നമുക്ക് പാടിക്കൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എന്റെ വഴികളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു കർത്താവെ. ഞാൻ പോകേണ്ടുന്ന പാത എനിക്ക് കാണിച്ചു തരണം കർത്താവെ. സത്യവും ജീവനും മാർഗവുമാണ് കർത്താവെ. ആ വിശ്വാസ പാതയിൽ എന്നെ നടത്തണമേ എന്ന് ദൈവസന്നിധി നമുക്ക് പാടി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിൻ വഴികൾ ഭരമേൽപ്പിച്ചിടൂ, പോകേണ്ടും പാത കാണിക്കും സർവ്വതാ. സത്യവും ജീവനും മാർഗവും ഒന്നേ, ഇടറാതെ പോക വിശ്വാസ പാതയിൽ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. പ്രിയ മാത്യു സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.